നമ്മുടെ സംസ്ഥാനത്തെ കോൺഗ്രസിനകത്ത് പുതിയ ഒരു വിപ്ലവം അല്ലെ പുതിയൊരു പ്രശ്നം ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ അജിത് റേലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോടെയാണ് അത് ആരംഭിക്കുന്നത്. അതിന് ചെറുതായിട്ട് ഇപ്പോൾ പയ്യെ ചെറിയ ചൂട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അജിത് റേ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതിയിട്ട കാര്യം ഇങ്ങനെയാണ്: യുവതലമുറയ്ക്ക് എന്തിനാണ് ഖദറിനോട് ഇത്ര നീരസം? അജിത് റേ: ഖദർ വസ്ത്രവും മതേതരത്വവുമാണ് കോൺഗ്രസിൻ്റെ അസ്തിത്വം. ഖദർ ഒരു വലിയ സന്ദേശമാണ്, ആദർശമാണ്, മുതലാളിത്തത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമാണ്. ഖദറിടാതെ നടക്കുന്നതാണ് ന്യൂജനെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ മൂല്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. അത് അനുകരിക്കുന്നത് കാപട്യമാണ്. നമ്മൾ എന്തിനാണ് ഡിവൈഎഫ്ഐക്കാരെ അനുകരിക്കുന്നത് എന്ന് പറഞ്ഞാണ് ആ കുറിപ്പ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ തലമുറ യൂത്ത് കോൺഗ്രസ്സുകാർ ആരും ഖദറിടാറില്ല. ഉദാഹരണം രാഹുൽ മാങ്കൂട്ടത്തെ ഖദറിട്ട് കണ്ടിട്ട് ഒരുപാട് നാളെ. പണ്ട് KSU പ്രവർത്തിക്കുന്ന സമയത്തെങ്ങാനും കണ്ടാലായി. ഷാഫി പറമ്പലിനെ ഖദറിട്ട് കണ്ടിട്ടും ഒരുപാട് നാളെ. മറ്റ് യുവനേതാക്കൾ റോജി എം ജോൺ ആയാലും മറ്റ് പല യുവനേതാക്കളെയും ഖദറിട്ട് കണ്ടിട്ട് ഒരുപാട് നാളെ. ഖദറിടുന്നത് ശബരിനാഥനെ പോലെ ചിലർ മാത്രമാണ്, അതും വല്ലപ്പോഴും ചില അവസരങ്ങളിൽ മാത്രം. ബാക്കിയുള്ള മാത്യു കുഴനാടനായാലും അങ്ങനെ ഒരുപാട് പേര് ഖദറിടാതെയാണ് പോകുന്നത്. ഖദറിടുന്നത് വളരെ കുറവാണ്. കോൺഗ്രസിൻ്റെ യുവനേതാക്കളിൽ ഖദറിടുന്നവർ വളരെ കുറവാണ്. അതൊരു പാറ്റേണായിട്ട് ശ്രദ്ധിച്ചാൽ കാണുകയും ചെയ്യാം. അതിനെക്കുറിച്ചാണ് അജിത് റേൽ പറയുന്നത്. വെറുതെ ഡിവൈഎഫ്ഐക്കാരെ എന്തിനാണ് അനുകരിക്കുന്നത്? ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഖദറിടാറില്ല. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും ഖദറിട്ട് അങ്ങനെ വളരെ കുറവാണ്. അപ്പോൾ ഡിവൈഎഫ്ഐക്കാരെ അനുകരിച്ചാണ് പല കളറിലുള്ള ഡ്രസ്സുകൾ ഇടുന്നതെന്നാണ് അജിത് റേൽ ഇപ്പോൾ അവകാശപ്പെടുന്നത്, ഒരു ചോദ്യമായിട്ട് ഉന്നയിക്കുന്നത്. ഡിവൈഎഫ്ഐക്കാരെ അനുകരിക്കാതിരിക്കൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. ഇതിനെന്തായാലും ഇപ്പോൾ ഒരു മറുപടി വന്നിട്ടുണ്ട്. വസ്ത്രദാനത്തെക്കുറിച്ച് വ്യക്തമായ നിലപാട് കോൺഗ്രസിൻ്റെ 2 നേതാക്കൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ ഭാരവാഹികളാണ് അവർ എന്ന കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ഒന്ന് വടകര MP ഷാഫി പറമ്പിലാണ്, മറ്റൊന്ന് മുൻ അരുവിക്കര MLA K ശബരിനാഥനാണ്. ശബരിനാഥൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പോടെയും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ കണ്ട സമയത്തുമാണ് ഷാഫി പറമ്പിൽ തന്നെ നിലപാട് വ്യക്തമാക്കിയത്. ഷാഫിയുടെ നിലപാട് നമുക്കൊന്ന് കേൾക്കാം. വ്യക്തമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, വസ്ത്രധാരണം ഒരു പേഴ്സണൽ ചോയ്സാണ് എന്ന്. വിധാനം കുറച്ചും കൂടെ പേഴ്സണൽ ചോയ്സാണ്. ചിലപ്പോൾ അതിൽ നിന്ന് ആരെങ്കിലും മാറി ചെറുപ്പക്കാരോ KSUക്കാരോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവൻ പാർട്ടിയിലുള്ള ആൾക്കാരോ ഒക്കെ അതല്ലാത്ത ഓപ്ഷൻസ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇപ്പം തള്ളിപ്പറയാനും അല്ലെങ്കിൽ തള്ളിപ്പറയേണ്ട കാര്യമില്ല. ഖദറിടുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. എത്രത്തോളം ആളുകൾ ഇടുന്നു അത്രത്തോളം ഞാൻ പറഞ്ഞില്ല, അതിനകത്തൊരു മെസ്സേജ് കൂടി ഉണ്ട്. പിന്നെ ഞാൻ അതിനെ കാണുന്ന വ്യക്തിപരമായി കാണുന്ന കുറച്ചും കൂടെ ഒരു പേഴ്സണൽ ചോയ്സാണ്. ഖദറിടാത്തത് ഒരു വലിയ കുറ്റമല്ല എന്നാണ് ഇവിടെ ഷാഫി പറമ്പിൽ വ്യക്തമാക്കുന്നത്. ഖദറിടാത്തത് ഒരു വലിയ കുറ്റമേ അല്ല, വസ്ത്രധാരണം ഒരു പേഴ്സണൽ ചോയ്സാണ്. ഇത് മാത്രമല്ല, K ശബരിനാഥൻ്റെ മറുപടി കൂടി കേൾക്കേണ്ടതാണ്. അദ്ദേഹം വ്യക്തമായിട്ട് തന്നെ നിലപാട് പറയുന്നുണ്ട്. അതിൽ ശബരിനാഥൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഒരു ഫേസ്ബുക്ക് കുറിപ്പോടെയാണ് ശബരിനാഥൻ്റെ മറുപടി. യൂത്ത് കോൺഗ്രസ്സുകാർ ഖദർ ധരിക്കുന്നത് കുറവാണെന്നൊരു പരാമർശം പ്രിയപ്പെട്ട അജിത് റേൽ ചേട്ടൻ പറയുന്നത് കേട്ടു. അദ്ദേഹം പറഞ്ഞത് സത്യമാണ്, എന്നാൽ അതിനൊരു കാരണമുണ്ട്. ഞാൻ വസ്ത്രദാനത്തിൽ അത്ര കാർക്കശ്യം പാലിക്കുന്ന ഒരാളല്ല. ഖദർ വഴങ്ങും, കളറും വഴങ്ങും. എന്നാൽ നേര് പറഞ്ഞാൽ തൂവള്ള ഖദർ വസ്ത്രത്തെ ഗാന്ധിയൻ ആശയങ്ങളെ ലാളിത്യത്തിൻ്റെ പ്രതീകമായി ഇപ്പോൾ കാണാൻ കഴിയില്ല. ഒന്ന്, ഖദർ ഷർട്ട് സാധാരണ പോലെ വീട്ടിൽ കഴുകി ഇസ്തിരി ഇടുന്നത് ബുദ്ധിമുട്ടാണ്. കളർ ഷർട്ട് എന്നാലും എളുപ്പമാണ്. 2, ഒരു ഖദർ ഷർട്ട് ഡ്രൈ ക്ലീൻ ചെയ്യുന്ന ചിലവിൽ 5 കളർ ഷർട്ട് ഇസ്തിരി ചെയ്ത് കിട്ടുമെന്ന പ്രായോഗികതയ്ക്കും വലിയ വിലയുണ്ട്. അതിനാൽ വസ്ത്രം ഏതായാലും മനസ്സ് നിന്നാൽ മതി അല്ലേ എന്ന് പറഞ്ഞാണ് അതിന് കുറിപ്പ് അവസാനിക്കുന്നത്. മമ്മൂട്ടിയുടെ കഴിഞ്ഞ സൂപ്പർ ഹിറ്റ് സിനിമയെ 1 ഒരു ചിത്രം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഖദർ ഒഴിവാക്കിയെന്നാണ് ഇവിടെ ശബരിനാഥൻ പറയുന്നത്. പേഴ്സണൽ ചോയ്സ് ആയതുകൊണ്ടാണ് ഖദർ ഒഴിവാക്കിയെന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. ഒരു ആവശ്യമില്ലാത്തൊരു വിവാദമാണെന്ന് മാത്രമേ കൂട്ടിച്ചേർക്കാനുള്ളൂ. ഖദർ ധരിക്കുന്നതിനെക്കുറിച്ച് വിവാദം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എവിടെയാണ് എത്തി നിൽക്കുന്നതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം. എന്തൊക്കെയായാലും കഴിഞ്ഞ ദിവസം ഫണ്ടിൻ്റെ പേരിലായിരുന്നു വിവാദം, വയനാട് ഫണ്ടിൻ്റെ പേരിൽ. ഇപ്പോൾ ഖദറിൻ്റെ പേരിൽ കോൺഗ്രസ് അടുത്ത ഇലക്ഷൻ എടുക്കുമ്പോഴത്തേക്കും തമ്മിൽ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ഖദർ പോലുള്ള കാര്യങ്ങൾ പോലും ഇപ്പോൾ പരസ്പരം നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ. എന്തായാലും കരയ്ക്ക് പുറത്തിന് കളി കാണുകയാണ് മറ്റുള്ളവർ. വളരെ രസകരമായിട്ടാണ് കോൺഗ്രസിനകത്തുള്ള കളികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.